വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന SNDPO ജനറൽ സെക്രട്ടറി ഒരു മനുഷ്യപ്പറ്റുള്ളവനാണ്, ഒരു മനസാക്ഷിയുള്ളവനാണ്, ഒരു മതേതരവാദിയാണ്. ഇത് പറയുന്നത് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഞാൻ പറയുന്നു വെള്ളാപ്പള്ളി നടേശനെ വിശ്വസിക്കാം, വഴിയിലിട്ട് ചതിക്കില്ല. എന്റെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞത്. ശ്രീനാരായണ ഗുരുവിന്റെ സന്ദേശങ്ങൾ പഠിപ്പിക്കുന്ന ശ്രീനാരായണ പഠന കേന്ദ്രം സാംസ്കാരിക വകുപ്പിന്റെ നേതൃത്വത്തിൽ ചെമ്പഴന്തിയിൽ ഇന്ന് വളരെ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രീനാരായണ കൾച്ചറൽ സെന്റർ കൊല്ലത്ത് ഏതാണ്ട് 60 കോടി രൂപ ചെലവഴിച്ച് അതിന്റെ ഉദ്ഘാടനം പൂർത്തീകരിച്ച് അതിന്റെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. തിരുവനന്തപുരത്തിന്റെ ഹൃദയഭൂമിയിൽ ശ്രീനാരായണ പാർക്ക്, ഇതെല്ലാം കേരളത്തിൽ ശ്രീ പിണറായി വിജയൻ ഗവൺമെന്റ് വന്നതിന് ശേഷം നടപ്പാക്കിയ ഏറ്റവും ശ്രദ്ധേയമായ പദ്ധതികളാണ്. 2 പ്രധാനപ്പെട്ട ചരിത്ര മുഹൂർത്തങ്ങൾ. ഒന്ന് വൈക്കം സത്യാഗ്രഹത്തിന്റെ 100-ാം വർഷം. അതിൽ ശ്രീനാരായണ ഗുരുവിന്റെ പങ്കാളിത്തം, TK മാധവന്റെ സാന്നിധ്യം, നേതൃത്വം, അത് കേരളത്തിൽ എമ്പാടും പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ ഒരു പ്രവർത്തനമാണ് സംസ്ഥാന ഗവൺമെന്റ് കഴിഞ്ഞ 1 വർഷം നടത്തിയത്. 10,000-കണക്കിന് ജനങ്ങളെ ശ്രീനാരായണ ഗുരുവിന്റെ സാന്നിധ്യവും ഇടപെടലും സന്ദേശവും നമുക്ക് പഠിപ്പിക്കാൻ കഴിയും. സർവമത സമ്മേളനത്തിന്റെ 100-ാം വർഷം അത് അതിവിപുലമായിട്ടാണ് കേരളത്തിൽ നമ്മൾ നടപ്പാക്കിയ അതിന്റെ പ്രചരണ പ്രവർത്തനം. 1000-കണക്കിന് ആളുകളെ പങ്കെടുപ്പിച്ചിട്ടുള്ള ശ്രീനാരായണ ദർശന പഠന പരിപാടികൾ കേരളത്തിലെമ്പാടും നമുക്ക് നടത്താൻ കഴിയും. ഞാനിതെല്ലാം ഇവിടെ സൂചിപ്പിച്ചത് ഒരു മഹാപ്രസ്ഥാനം അതിന്റെ ആശയങ്ങളുടെ അടിത്തറയിലാണ് അത് ശക്തിപ്പെട്ട് ഈ നിലയിലേക്ക് വളർന്നു വന്നിട്ടുള്ളത്. അതിന് കക്ഷിയോ രാഷ്ട്രീയമോ ജാതിയോ മതമോ ചിന്തകളില്ല. ശ്രീനാരായണ ഗുരുവിന്റെ ആശയങ്ങളും ദർശനങ്ങളും കേരളത്തിൽ ഉള്ള കാലത്തോളം കേരളത്തിന്റെ മതനിരപേക്ഷത നിലനിൽക്കും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. 30 വർഷം ആ മതനിരപേക്ഷത നിലനിർത്താൻ പ്രവർത്തിച്ച, ഞാൻ ഏറ്റവും സ്നേഹം കൊടുക്കുന്ന, പുതുതുല്യം കാണുന്ന വെള്ളാപ്പള്ളി നടേശൻ അവറുകളുടെ ആ മേഖലയിൽ അദ്ദേഹം നടത്തിയ മതനിരപേക്ഷമായ ഒരു കേരളത്തിന് വേണ്ടിയുള്ള പ്രവർത്തനത്തെയാണ് ഞാൻ അങ്ങേയറ്റം ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നത്. ഒരു വർഗീയ ശക്തിക്കും കേരളത്തിൽ വളരാൻ കഴിയാത്തതിന്റെ പ്രധാന കാരണം നവോത്ഥാന പ്രസ്ഥാനങ്ങളും ആ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ ചാമ്പ്യനായിട്ടുള്ള SNDP യോഗവുമാണെന്ന് അഭിമാനത്തോടെ പറയാൻ ഞാൻ ഈ അവസരം ആഗ്രഹിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട ഒരു പത്രമാധ്യമക്കാരൻ എന്നോടൊരു ചോദ്യം ചോദിച്ചു. എന്നെ വല്ലാതെ ഒരുപാട് ആക്ഷേപിച്ചു. ഞാൻ സത്യസന്ധമായ ഒരു കാര്യം പറഞ്ഞു. കാരണം അദ്ദേഹത്തിന്റെ സ്വഭാവത്തെ പറ്റി നല്ലപോലെ അറിയാം. കാരണം 10-20 വർഷമായി നല്ല ആത്മബന്ധമാണ്. പിന്നീട് ഞാൻ കേട്ടത് മുഴുവൻ തെറിവിളിയാണ്. എന്തിനാണ് ഇത്രയും തെറിവിളിക്കേണ്ടതിന് ഒരു കാര്യം ഞാൻ പറഞ്ഞില്ല. കാരണം അദ്ദേഹം പറഞ്ഞ കാര്യം അദ്ദേഹം തന്നെ പിന്നീട് എന്തടിസ്ഥാനത്തിലാണ് പറഞ്ഞതെന്ന് വിശദീകരിച്ചു കഴിഞ്ഞു. നമ്മുടെ സമൂഹത്തിൽ ഏത് വാർത്തകളെയും വക്രീകരിച്ച് വ്യക്തിനിഷ്ഠമാക്കി തങ്ങളുടേതായ ഇംഗിതത്തിനനുസരിച്ച് വളച്ചൊടിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഏത് കാര്യം പറഞ്ഞാലും അതിനെ വക്രീകരിക്കുക, അതിനകത്ത് ഒരു വാക്കായിരിക്കും എടുക്കുന്നത്. പക്ഷെ ആ പ്രസംഗത്തിൽ ഉടനീളം വരുന്ന പല കാര്യങ്ങളും മറച്ചു വെച്ചിട്ട് ആ വാക്കെടുത്തിട്ട് സാമൂഹ്യമായ നമ്മുടെ ഐക്യത്തെയും യോജിപ്പിനെയും ഉൾപ്പെടെ തകർക്കാൻ നടത്തുന്ന കുൽസിതമായ ശ്രമങ്ങൾ നമ്മൾ ഗൗരവമായി കണ്ടോണം. അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ ആ പറഞ്ഞതിനെപ്പറ്റി, അദ്ദേഹം പറഞ്ഞതിനെപ്പറ്റി, ഞാൻ അതിന്റെ ഒരു ഭാഗത്തെപ്പറ്റി അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൽ എന്താണ് ഉദ്ദേശിച്ചത് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അത് സംബന്ധിച്ച് വിവാദം ഉണ്ടാക്കിയത്. ഇന്ന് വളരെ ഭംഗിയായി എന്താണ് അത് സംബന്ധിച്ചുള്ള കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ വിശദീകരിച്ചു കഴിഞ്ഞു. ഒരു കാര്യം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന SNDPO ജനറൽ സെക്രട്ടറി ഒരു മനുഷ്യപ്പറ്റുള്ളവനാണ്, ഒരു മനസാക്ഷിയുള്ളവനാണ്, ഒരു മതേതരവാദിയാണ്. ഇത് പറയുന്നത് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അതിന്റെ ഒരു ബുദ്ധിമുട്ടില്ല. എന്റെ അനുഭവത്തിലാണ് ഞാൻ പറയുന്നത്. ഇവിടെ ആരും പറയാത്തൊരു കാര്യം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുക. ഒരു നേതാവിന്റെ പിന്നിൽ ചുമ്മാ ആളുകൾ വട്ടം കൂടത്തില്ല. അത് മനസ്സിലായിക്കോണം. അവരിലപ്പോ എന്തോ ഒന്നുണ്ട്. അവരുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാകാം, നേതൃത്വം പാഠവർക്കുണ്ടാകാം, സംഘടന പാഠവർക്കുണ്ടാകാം.
പ്രസംഗ പാഠവർക്കുണ്ടാകാം. അങ്ങനെയുള്ളവർ എത്രയോ പേര് ഈ നാട്ടിലുണ്ട്. അവരുടെ ഒന്നും ചുറ്റിനും ആൾ കൂടിയിട്ടില്ല. ആ സംഘടനാ പാഠവും നേതൃത്വ പാഠവും അവരുടെ ധാർമ്മികതയെല്ലാം നിലനിൽക്കുമ്പോഴും ചുറ്റും വിശ്വസ്തയോടെ ആളുകൾ കൂടുന്നതിന്റെ പ്രധാന കാരണം ആ നേതാവിനെ വിശ്വസിക്കാൻ കൊള്ളാവുന്നവനാണ് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. ഞാൻ പറയുന്നു, വെള്ളാപ്പള്ളി നടേശനെ വിശ്വസിക്കാം, വഴിയിലിട്ട് ചതിക്കില്ല. എന്റെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞത്. എനിക്ക് അദ്ദേഹത്തുള്ള സ്നേഹം അതുകൊണ്ടാണ്. ഞാൻ ആ കുടുംബത്തിലെ ഒരു അംഗം പോലെ എന്നെ അദ്ദേഹം സ്നേഹിക്കുന്നു, ഞാൻ അങ്ങോട്ടും അങ്ങനെ സ്നേഹിക്കുന്നു. പ്രീതി ചേച്ചി ഇവിടെ ഇരിപ്പുണ്ടല്ലോ. കാരുണ്യരംഗത്ത് ഇത്രയും കനിവുള്ള ഒരു മനുഷ്യൻ. ഞാൻ അദ്ദേഹത്തിനെ കൊണ്ട് ഒരുപാട് കാര്യങ്ങളൊന്നും നടത്താൻ പോയിട്ടില്ല. പക്ഷെ എന്റെ അറിവിലൊരു കാര്യം ഞാൻ പറയാം. ഒരു വ്യത്യസ്ത സമുദായത്തിൽപ്പെട്ട അദ്ദേഹത്തിന് തന്നെ ഓർമ്മയൊന്നും ഉണ്ടാകുന്ന അറിയത്തില്ല. ഞാൻ CPM ജില്ലാ സെക്രട്ടറി ആയിട്ടിരിക്കുമ്പോൾ ഇതൊക്കെ പറയാതെ പോയാൽ പിന്നെ ചരിത്രത്തിൽ അത് രേഖപ്പെടുത്തത്തില്ല. വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടായ ഒരു കുടുംബത്തിന് ഒരു സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാനൊരു കത്ത് ബഹുമാനപ്പെട്ട വെള്ളാപ്പള്ളി നടേശൻ സാറിന് കൊടുത്തു വിട്ടു. അന്ന് പാർട്ടി ജില്ലാ സെക്രട്ടറി അവരുടെ വീട് ജപ്തി ചെയ്തു പോകുന്നൊരു കേസായിരുന്നു. ഞാൻ സാധാരണ ആര് വന്നാലും ഞാൻ കത്ത് കൊടുക്കും. കാരണം ഇനി ഇന്ത്യൻ പ്രസിഡന്റ് ഒരു കത്ത് വേണമെങ്കിൽ എന്റെ സ്വഭാവം ഞാൻ അപ്പോൾ എഴുതി കൊടുക്കും. അപ്പൊ എന്റെ അടുക്ക വന്ന് ഈ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു, ജനറൽ സെക്രട്ടറിക്ക് ഒരു കത്ത് കൊടുത്താൽ എങ്ങനെ ഇരിക്കും? ആദ്യമായിട്ടൊരു കത്ത് കൊടുക്കുക, അടിച്ചേറി കളയട്ടെ, എന്തായാലും ഇവര് പോയി കാണട്ടെ. ഞാൻ പറഞ്ഞു, പോയി കാണ്, ചിലപ്പോ അദ്ദേഹം സഹായിക്കാൻ സാധ്യതയുണ്ടെന്നു. അദ്ദേഹം ഓർമ്മയൊന്നും ഇല്ല, അദ്ദേഹത്തിന് പലതും ഓർക്കാൻ വേണ്ടിയില്ല, കാരണം അദ്ദേഹം മറന്നു കാണും ഒരുപാട് ആളുകൾ. ആ സ്ത്രീ ഈ മനുഷ്യന്റെ വീട്ടിൽ ചെന്നു. പ്രീതി ചേച്ചിയുണ്ട്, അന്ന് തുഷാറുണ്ടോ മകളുണ്ടോ എന്ന് എനിക്കറിയില്ല. അവർ എന്നോട് വന്ന് പിന്നെ പറഞ്ഞ ചരിത്രമാണ്. എന്റെ കത്ത് മേടിച്ചു, കാര്യങ്ങളൊക്കെ തിരക്കി. ബാങ്കിൽ 5.5 ലക്ഷം രൂപ അടയ്ക്കാനുണ്ടായിരുന്നു. ബാങ്കില് ഓഫീസിൽ നിന്നുള്ള ആളുകളെ കൊണ്ട് തിരക്കിച്ചു. 5 ലക്ഷം രൂപയ്ക്ക് ആ പ്രശ്നം സെറ്റിൽ ചെയ്തു. ഈ മനുഷ്യൻ 5 ലക്ഷം രൂപ ആ ബാങ്കിൽ അടച്ച് ആ കുടുംബത്തെ രക്ഷിച്ചു. ഇതെന്റെ അനുഭവമാണ്. എന്നെ വിളിച്ചും പറഞ്ഞില്ല, എന്നോട് പിന്നീട് അതിനെക്കുറിച്ച് ചോദിച്ചുമില്ല. പക്ഷെ ആ സ്ത്രീ എന്നോട് വന്ന് പറഞ്ഞു, എന്റെ സാർ, ആ മനുഷ്യനെ ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമ്പോൾ ഞാനിങ്ങനെ ജീവിക്കുന്നതിന്റെ കാരണം ആ മനുഷ്യനാണ്. അത്ര മനുഷ്യത്വമുള്ള മാനവികതയുള്ള ഒരു വ്യക്തിയായതുകൊണ്ടാണ് 30 വർഷം ഇത്രയും പ്രതിസന്ധികളിലൂടെ പ്രയാസങ്ങളിലൂടെ ഈ സംഘടനയെ നയിച്ച് ഇവിടെ എത്തി. ഇനിയും ആരോഗ്യവാനായി അദ്ദേഹത്തിന് കഴിവുള്ള കാലത്തോളം, ആരോഗ്യമുള്ള കാലത്തോളം ഈ പ്രസ്ഥാനത്തെ നയിക്കും. ജനങ്ങളുടെ സ്നേഹവും പിന്തുണയും എല്ലാ അർത്ഥത്തിലും ഉണ്ടാകും.